വളരെ സന്തോഷം ചോദിച്ചു കഴിഞ്ഞാലേ, ദൂരത്തൊക്കെ മത്സരത്തിന് പോകുന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ അതായത് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വിധി നിർണ്ണയം നടത്തിയത് കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങോട്ട് പോകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ജഡ്ജ്മെൻറ്റ് നടത്താൻ വേണ്ടി പറ്റലുണ്ട്. കാരണം വേറൊന്നുകൊണ്ടല്ല, ഏറ്റവും കൂടുതൽ ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് നമ്മുടെ ഇങ്ങോട്ടേക്കാണ് കേട്ടോ. അതും കൂടി ഞാൻ പറയാം. അതായത് ഓരോ കുട്ടികൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ചെറിയ കുട്ടികൾ ഇതേ മുന്നിൽ നിൽക്കുന്നു, എന്തോ മനോഹരമായിട്ടാണ് കളിച്ചിരിക്കുന്നത്, എന്തൊരു ഭംഗിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എനിക്ക് കമ്മിറ്റിക്കാരോട് ഒരു കാര്യം എടുത്ത് പറയാനുണ്ട്. പല പല സ്ഥലത്ത് പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇനി നെക്സ്റ്റ് ടൈം എങ്കിലും കമ്മിറ്റിക്കാരെ കുട്ടികൾക്ക് വേറെയും കുറച്ച് പ്രായമുള്ള രീതിയിൽ 2 രീതിയിൽ പരിപാടി നടത്തണമെന്ന് റിക്വസ്റ്റാണ്. പറഞ്ഞിട്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ എത്രയോ എഫേർട്ട് എടുത്തിട്ട് പരിപാടി നടത്തുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ കുറച്ചും കൂടി നമ്മളൊന്ന് കരുതണമെന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി ഞാൻ പറയുകയാണ്. തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല, കമ്മിറ്റിയിലെ എല്ലാവരും അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടായി. കൂടാതെ ഓരോ കുട്ടികൾ കളിക്കുന്ന സമയത്ത് ഓരോരുത്തരും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചേച്ചി ഞാൻ ഷെയ്ക്കേൻ്റെ കൊടുക്കാണ്, 2 കുട്ടികളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ചേച്ചിയാണ് കേട്ടോ. ഇവിടെ 2 സമയത്ത് വന്ന് കൃത്യമായി കുട്ടികളുടെ കളിക്ക് ഒരു തടസ്സവും വരാത്ത രീതിയിൽ ആ ചേച്ചി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ പറയണ്ടേ, അനശ്വര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഇന്നത്തെ കൈകൊട്ടിക്കളി മത്സരം അതിഗംഭീരമാക്കി തീർത്തിട്ടുണ്ട് എല്ലാ കലാകാരികളും, നാട്ടിലുള്ള എല്ലാവരും. ഓക്കെ, അതുകൂടാതെ എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് കമ്മിറ്റിയിലെ അംഗമായിട്ടുണ്ടായിരുന്ന ഉദ്ദേശേട്ടനാണ്. ഉദ്ദേശേട്ടാ, താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ള ആരുടെ പേര് എനിക്കറിയില്ല, എന്നാലും കമ്മിറ്റിയിലെ എല്ലാവർക്കും ആദ്യം തന്നെ ടീമുകളോട് മറ്റൊരു കാര്യം കൂടി പറയാണ്. നിങ്ങളുടെ ഓരോരുത്തരെയും കാര്യം കൃത്യമായിരിക്കണം എന്നുള്ള രീതിയിൽ വാണിംഗ് തന്നുകൊണ്ടാണ് എല്ലാ കമ്മിറ്റിക്കാരും ഞങ്ങളോട് എന്താ പറയുക കാര്യങ്ങൾ ആദ്യം തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ഫോൾട്ട് ഉണ്ടോ അതെല്ലാം എല്ലാ ടീമുകൾക്കും പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ വിധി നിർണ്ണയം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞതിന് ശേഷം ടീമുകൾ ഇങ്ങോട്ട് വരുമ്പോൾ കൃത്യമായി പറഞ്ഞുതരാം. ഫസ്റ്റ്, സെക്കൻഡിനും തേർഡിനും മാത്രമൊന്നുമല്ല കേട്ടോ, ആര് വന്നു കഴിഞ്ഞാലും അവരുടെ ഫോൾട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ 2 മിനിറ്റ്